ഒരിക്കലും നമ്മുടെ മനസ്സ് തമോഗുണത്തിലാണല്ലോ. ഉറങ്ങണം ഒരു സുഖമാണ്. അപ്പോൾ നമ്മൾ മനസ്സിനോട് പറയാണ്, നീ എഴുന്നേൽക്കണം, എഴുന്നേറ്റ് ജോലിക്ക് പോയാലേ ജീവിക്കാൻ പറ്റുള്ളൂ. മന്നം ചെയ്ത് ആ ശക്തി ആർജിച്ചാണ് പോകുന്നത്. ഈ മനസ്സെപ്പോഴും താഴോട്ടാണല്ലോ. മനസ്സെപ്പോഴും താഴോട്ടോ. മലയുടെ മുകളിൽ വീഴുന്ന വെള്ളവും നേരെ കുഴിയിലോട്ടേ പോകുള്ളൂ, താഴെ. അതാണ് തീ എപ്പോഴും മുകളിലോട്ടാണല്ലോ പോകുന്നത്. കുനിച്ചു പിടിച്ചാലും ഒരു വിളക്ക് കത്തി കുനിച്ചു വിടാൻ തീ മുകളിലോട്ടേ പോകും. ഈ വെള്ളത്തെയും നീരാവാക്കി മുകളിലോട്ട് തിരിക്കുന്നു. അതാണ് ബോധം. മനസ്സെപ്പോഴും കീഴോട്ട് പോവാം. മനസ്സെപ്പോഴും ഇങ്ങനെ സൂക്ഷിക്കണം എന്നുള്ള ചിന്തയാണ്. അപ്പോൾ ആ ഒരു ഭാവമുള്ള മനസ്സിനെ എന്നാലേ നിനക്ക് കാര്യം സാധിക്കുകയുള്ളൂ എന്നുള്ള ബോധത്തെ കൊണ്ട്. അപ്പോൾ ഇങ്ങനെ പഠിക്കുന്നത് ശരിയായില്ല, ഒരു നിശ്ചയമായിട്ട് എടുക്കുകയാണ്. വലിയ ആളാണെങ്കിലും കുട്ടിത്തമുള്ള മനസ്സാണ്, ചൈൽഡിഷാണെന്ന് പറഞ്ഞ നമ്മുടെ മനസ്സ്. രജോഗുണം കൊണ്ടുവേണം തമോഗുണത്തെ ജയിക്കാൻ. അതിന് സഹായിക്കുന്നവളാണ് ദേവി. ദേവിയുടെ കൃപയുണ്ടെങ്കിൽ ഏത് പ്രാരാബ്ദം അതിജീവിക്കാൻ നമുക്ക് കഴിയും. ആപത്തിൽപ്പെട്ട കുഞ്ഞ് തൻ്റെ അമ്മയെ വിളിച്ച് കരയും. അപ്പോൾ അമ്മ ഓടി വന്ന് കുഞ്ഞിനെ രക്ഷിക്കും. അതുപോലെ ജീവിത ദുഃഖങ്ങളിൽ ദേവി തന്നെയാണ് ഭക്തന് ആശ്രയമായിട്ടുള്ളത്. അമ്മ എന്ന് പറയുമ്പം ശരിക്കും മക്കളുടെ നന്മ മാത്രം പ്രതീക്ഷിക്കുന്നതാണ് അമ്മ. ചിലപ്പോൾ വയസ്സ് ചെല്ലുമ്പോൾ തിരിച്ച് പ്രതീക്ഷിക്കുമായിരിക്കും. കുട്ടിയിലെ മക്കളുടെ ഉയരണമെന്നും ആഗ്രഹിക്കുന്നതാണ്. എല്ലാ മക്കളും ഉയർച്ചയുണ്ടാകണം. അതുപോലെ ദേവി ആ ഒരു ഭാവത്തിൽ മക്കളെ രക്ഷിക്കാൻ എത്തും. നിമിഷത്തിലെത്തുന്നതാണ് ദേവി എന്ന് പറയുന്നത്. ഈശ്വരനെ സ്ത്രീയായും മാതാവായും ഒക്കെ ആരാധിക്കുന്ന സമ്പ്രദായം അതിപുരാതന കാലം മുതൽക്ക് ഭാരതത്തിൽ ഉണ്ട്. എന്നാലും ലോകത്തിൻ്റെ പല സ്ഥലത്തും ദേവിയെ ആരാധിക്കുന്ന പല സ്ഥലങ്ങളിലും പഴയ കാലത്ത് ആരാധിച്ച ദേവിയുടെ രൂപം പല രാജ്യത്തിലും അവർ കൊണ്ടുവന്ന് നമ്മെ കാണിച്ചു. 4 വേദങ്ങളും പരാശക്തിയെ കീർത്തിക്കുന്നുണ്ട്. ദുർഗാസൂക്തം, ശ്രീസൂക്തം തുടങ്ങിയ വേദസൂക്തങ്ങൾ നമ്മൾ ചൊല്ലാറുണ്ട്. ശ്രീരാമൻ രാവണ വിജയത്തിനായി ദുർഗാദേവിയെ ഉപാസിച്ചതായി രാമായണത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മഹാഭാരത യുദ്ധം ജയിക്കാൻ പാണ്ഡവർ ശ്രീകൃഷ്ണ ഭഗവാന്റെ നിർദ്ദേശാനുസരണം ദുർഗാദേവിയെ ഉപാസിച്ചിരുന്നു. കൃഷ്ണനെ ഭർത്താവ് ലഭിക്കാൻ ഗോപികൾ ആരാധിച്ചത് ദേവിയാണ്. ഇതെല്ലാം ദേവിയുടെ ആരാധന അതിപുരാതനമാണെന്ന് വ്യക്തമാക്കും. ഈശ്വരനെ അവനവന് ഇഷ്ടമുള്ള രൂപത്തിലും ഭാവത്തിലും ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോ വ്യക്തിക്കും സനാതനധർമ്മം നൽകുന്നു.